ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് സിറ്റിയിൽ നിന്നും വളരെ ദൂരെയുള്ള ഒരു സ്ഥലമാണ്. ആ റോഡിലൂടെ ഒരു ട്രക്ക് വരുന്നുണ്ട്. ഒരച്ഛനും മകനുമാണ് അതിനകത്തിരിക്കുന്നത്. അവർ ടൗണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടൗണിലെത്തിയതിനു ശേഷം അവർ നേരെ ചെല്ലുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിന്റെ അകത്തേക്കാണ്. അവന്റെ അച്ഛനാണ് അകത്തേക്ക് കയറി പോകുന്നത്. അയാളുടെ നോട്ടം ആ സൂപ്പർ മാർക്കറ്റിലിരിക്കുന്ന മദ്യക്കുപ്പികളാണ്. അയാൾ വേഗം തന്നെ ചെന്ന് അതിൽ നിന്നും ഒരു 3-4 മദ്യക്കുപ്പികൾ എടുത്ത് അയാളുടെ കോട്ടിന്റെ അകത്തേക്ക് വെക്കുന്നു. ഈ സമയം അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അയാളുടെ മകൻ പുറത്തു നിൽക്കുന്നുണ്ട്. ഇവന്റെ പേര് ഇയാൻ എന്നാണ്. ഇവന്റെ കണ്ണിന് ഒരു പ്രത്യേക കഴിവുണ്ട്. അതായത് ആ കണ്ണ് വെച്ചൊന്ന് തുറച്ചു നോക്കിക്കഴിഞ്ഞാൽ അവൻ വിചാരിക്കുന്ന കാഴ്ചകളാണ് മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുക. അവനിപ്പോ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ആ കടയുടെ മുതലാളിയാണ്. ആ സ്ത്രീ നോക്കുമ്പോൾ അവന്റെ അച്ഛൻ സാധാരണ പോലെ തന്നെയാണ് അവരുടെ അടുത്തേക്ക് വരുന്നത്. അയാൾ അവിടെ എത്തിയതിനു ശേഷം ഒരു ചൂയിങ്കം വാങ്ങിയിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങാണ് ചെയ്യുന്നത്. അങ്ങനെ അയാൾ വേഗം ചെന്ന് അയാളുടെ വണ്ടിയിലേക്ക് കയറുന്നു. അപ്പോഴേക്കും അവൻ ആ മാജിക് കാണിക്കുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഈ സമയത്താണ് ആ ഷെൽഫിൽ നിന്നും മദ്യക്കുപ്പികളൊക്കെ കാണാതായ വിവരം അവർ ശ്രദ്ധിക്കുന്നത്. അവർ വേഗം തന്നെ ഒരു ചുറ്റിക എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോഴേക്കും അവന്റെ അച്ഛൻ ആ ട്രക്ക് ഓടിച്ച് അങ്ങോട്ട് വരുന്നുണ്ട്. അവർ ആ ട്രക്ക് തല്ലി പൊളിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവൻ വീണ്ടും അവന്റെ മാജിക് കാണിക്കാൻ തുടങ്ങി. ഇത്തവണ അവനൊരു തോക്ക് ചൂണ്ടുന്നതായിട്ടാണ് അവൻ അവരെ കൊണ്ട് തോന്നിപ്പിക്കുന്നത്. മാത്രമല്ല അവൻ അവരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. വെടി കൊണ്ട ഉടനെ തന്നെ അവർ നേരെ താഴേക്ക് വീഴാണ്. അതിനിടയിൽ അവന്റെ അച്ഛൻ വേഗം പുറത്തേക്ക് ഇറങ്ങി വന്ന് അവനെയും കൊണ്ട് വണ്ടിക്കകത്തേക്ക് കയറുന്നുണ്ട്. അവരവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും പോലീസുകാർ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ആ ലേഡിയാണെങ്കിൽ നിലത്ത് കടന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാരൻ എന്താണ് ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ അവൻ എന്നെ വെടിവെച്ചു എന്ന കാര്യമാണ് അവർ പറയുന്നത്. പക്ഷെ അവരുടെ ദേഹത്ത് ചോരപ്പാടൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ശരിക്കും അത്ഭുതമായി. എന്റെ കടയിൽ നിന്ന് സാധനങ്ങൾ അടിച്ചു മാറ്റിയിട്ടാണ് ആ അച്ഛനും മകനും ഇവിടെ നിന്ന് പോയിരിക്കുന്നത് എന്നൊക്കെ അവർ ഇയാന്റെ വണ്ടിയും ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട്. അത് കേട്ട ഉടനെ തന്നെ പോലീസുകാരനും അയാളുടെ വണ്ടിയെടുത്ത് അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അവരെത്രയൊക്കെ സ്പീഡ് പോയിട്ടും ആ പോലീസുകാരൻ അവരെ വിടുന്നില്ല. ഈ സമയം ഇയാനാണെങ്കിൽ അയാളുടെ മുന്നിൽ ഒരു മാജിക് കാണിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അവൻ അവന്റെ വണ്ടിയുടെ രൂപം മാറ്റി കളയുന്നു. അതിനുശേഷം ഓരോ ഊടുവഴിയിലൂടെ പോകാൻ തുടങ്ങി. പക്ഷെ പോലീസുകാരൻ എന്നിട്ടും വിടുന്നില്ല. അവരുടെ പുറകെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവന്റെ അച്ഛൻ അവനോട് സംസാരിക്കാൻ തുടങ്ങി. എന്തു വന്നാലും ആ പോലീസുകാരൻ നമ്മളെ പിടിക്കാൻ പാടില്ല. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നീ അതോടെ ഫേമസ് ആവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ തീർച്ചയായും വന്ന് നിന്നെ കണ്ടുപിടിക്കും. പിന്നീട് അവർ നിന്നെ ലാബിലേക്കായിരിക്കും കൊണ്ടുപോവുക. അവിടെ വെച്ചിട്ട് ഓരോരോ പരീക്ഷണങ്ങൾ നിന്റെ ശരീരത്തിൽ നടത്താൻ തുടങ്ങും. ഇതൊന്നും സംഭവിക്കേണ്ടെന്നുണ്ടെങ്കിൽ ആ പോലീസുകാരൻ ഒരിക്കലും നമ്മളെ പിടിക്കരുത് എന്നൊക്കെയാണ് അവന്റെ അച്ഛൻ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ആര് നമ്മളെ പിടിച്ചോണ്ട് പോകുന്ന നിങ്ങൾ ഈ പറയുന്നത്? ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്നോട് പറയാറുണ്ടല്ലോ എന്നായി അവന്റെ ചോദ്യം. പക്ഷെ അതിനൊരു മറുപടി അവന്റെ അച്ഛൻ പറയുന്നില്ല. എങ്ങനെയെങ്കിലും ആ പോലീസുകാരന്റെ വഴി തിരിച്ചുവിട് എന്നാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുന്ന ഇയാനാണെങ്കിൽ വീണ്ടും ആ പോലീസുകാരനെ തുറച്ചു നോക്കാൻ തുടങ്ങി. ഇത്തവണ കുറച്ച് വലിയൊരു മാജിക്കാണ് അവൻ കാണിക്കുന്നത്. അതായത് ആ പോലീസുകാരന്റെ മുന്നിലുള്ള കാലാവസ്ഥയൊക്കെ ചേഞ്ച് ആവുകയാണ്. മാത്രമല്ല വളരെ ശക്തിയായിട്ട് ആലിപ്പഴങ്ങളും പൊഴിഞ്ഞു വീഴുന്നുണ്ട്. അതെല്ലാം അയാളുടെ വണ്ടിക്ക് മുകളിലേക്കാണ് വീണുകൊണ്ടിരിക്കുന്നത്. ഒരുപാടുള്ളതുകൊണ്ട് തന്നെ അയാൾക്ക് കൺട്രോൾ കിട്ടുന്നില്ല. അങ്ങനെ നിയന്ത്രണം വിട്ട് ആ കാറ് തെറിച്ചു പോവാണ്. റോഡിലൂടെ കറങ്ങി കറങ്ങി നേരെ അതൊരു പെട്രോൾ പമ്പിന്റെ മുമ്പിലാണ് സ്റ്റോപ്പ് ആവുന്നത്. ആ പോലീസുകാരനാണെങ്കിൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ സമയത്താണ് ആ പെട്രോൾ പമ്പിലത്തെ ഒരാൾ അയാളുടെ അടുത്തേക്ക് വരുന്നത്. എങ്ങനെയാ ഫുൾ ടാങ്ക് അടിച്ചേക്കട്ടെ അയാൾ ചോദിക്കുന്നു. പക്ഷെ പോലീസുകാരൻ അതിനൊരു മറുപടി പറയുന്നില്ല. എന്താണ് ഇപ്പൊ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അയാൾ. ശരിക്കും പറഞ്ഞാൽ അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അയാൾക്ക് മാത്രമേ തോന്നിയിട്ടുള്ളൂ. ആ കാർ ഇപ്പോൾ നോർമൽ സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അവിടുത്തെ CCTVയിൽ അതൊക്കെ വ്യക്തമാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ഒരു ലേഡി ഇപ്പോ ആ നടന്ന സംഭവങ്ങളുടെയൊക്കെ CCTV ഫുട്ടേജ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കുറെ കാലമായിട്ട് അവൾ ആ പയ്യനെ തെരഞ്ഞു നടക്കുകയാണ്. അവസാനം അവനെ കണ്ടെത്തിയോണ്ട് തന്നെ അവൾക്ക് ശരിക്കും ആശ്വാസമായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവന്റെ അടുത്തേക്ക് പോകാനാണ് അവൾ അവളുടെ ഡ്രൈവർക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. അങ്ങനെ ഇയാനും അവന്റെ അച്ഛനും അവന്റെ വീട്ടിലെത്തി. അതൊരു വീടൊന്നുമല്ല, ഒരു കായലിൽ നിൽക്കുന്ന തകർന്നു കിടക്കുന്ന ഒരു ബോട്ടിലാണ് അവർ താമസിക്കുന്നത്. ഇന്നത്തെ ദിവസം ഇയാന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവന്റെ അച്ഛൻ. ഇയാനാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. ഈ ഒരു അവസരത്തിൽ അവൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള ഒരു സ്വപ്നം കാണുന്നുണ്ട്. അതായത് ഒരമ്മയും കുട്ടിയും. അത് അവന്റെ തന്നെ അമ്മയാണ്. ആ കുട്ടിയാണെങ്കിൽ അവന്റെ ചെറിയ രൂപവും. അവരെന്തോ കണ്ട് പേടിക്കുന്നുണ്ട്. ഈ ഒരു സ്വപ്നമാണ് അവൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളത്. ഇത്തവണയും അവൻ ആ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റിരിക്കുകയാണ്. അങ്ങനെ അവൻ വേഗം തന്നെ അവന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോഴേക്കും അവന്റെ അച്ഛൻ അവന് കഴിക്കാനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഞാനൊന്ന് പുറത്തേക്ക് പോയിക്കോട്ടെ എന്നാണ് അവൻ അവന്റെ അച്ഛനോട് ചോദിക്കുന്നത്. പക്ഷെ അവന്റെ അച്ഛൻ അത് സമ്മതിക്കുന്നില്ല. ആ സൂപ്പർ മാർക്കറ്റിൽ പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ നീ ഇപ്പൊ നോട്ടപ്പുള്ളി ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവര് നിന്നെ അന്വേഷിച്ച് നടക്കാൻ സാധ്യതയുണ്ട്. നീ പുറത്തേക്ക് പോകുന്നത് ശരിക്കും റിസ്ക് ആണ്. അതുകൊണ്ട് നീ കുറച്ച് ദിവസം ഇതിനകത്തിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം എന്നൊക്കെയാണ് അവന്റെ അച്ഛൻ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവന് ശരിക്കും വിഷമമാണ് വരുന്നത്. അവൻ ആ പവർ ഉള്ളത് കൊണ്ട് തന്നെ ഏത് സമയം വീട്ടിന്റെ അകത്ത് അടച്ചിരിക്കേണ്ട അവസ്ഥയാണ്. അതിന്റെ ഒരു ഫ്രസ്ട്രേഷനാണ് അവനിൽ കാണുന്നത്. ഇതേ സമയം നേരത്തെ കണ്ട പോലീസുകാരനാണെങ്കിൽ ഒരു ബാറിലാണ്. അയാൾക്കുണ്ടായ വിഷനെ കുറിച്ചിട്ടൊക്കെ അയാൾ അവിടെയുള്ള ഒരു ലേഡിയോട് പറയുന്നുണ്ട്. ഇതിനെല്ലാം കാരണം ഒരു അച്ഛനും മകനുമാണ്. ഞാൻ സ്റ്റേഷനിൽ അറിയിച്ചതിനെ തുടർന്നിട്ട് ബാക്കിയുള്ള പോലീസുകാരൊക്കെ അവരെ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ ആ ലേഡിയോട് പറയുന്നത്. അയാൾ ആ സംസാരിക്കുന്നൊക്കെ കേട്ടുകൊണ്ട് മറ്റൊരു വ്യക്തി അവിടെ ഇരിക്കുന്നുണ്ട്. അയാൾക്കും എന്തൊക്കെ സൂപ്പർ പവർ ഉണ്ട്. അയാൾ ആ പോലീസുകാരനൊന്ന് തുറച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് അയാൾ ബോധം കെട്ട് താഴേക്ക് വീഴാണ്. അതൊക്കെ കണ്ട് ആ ലേഡിയാണെങ്കിൽ പേടിച്ച് ഉറക്കം നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ സമയം രാത്രി ഒരു കൂട്ടം ആളുകൾ ഇപ്പോ ഇയാൻ താമസിക്കുന്ന ബോട്ടിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നേരത്തെ കണ്ട ആ ലേഡിയുടെ ആൾക്കാരായിരുന്നു. പക്ഷെ അവരതിനകത്ത് സെർച്ച് ചെയ്യുമ്പോൾ അവൻ അവിടെ കാണുന്നില്ല. അവന്റെ അച്ഛൻ മാത്രം അവിടെ ഇരിക്കുന്നുള്ളൂ. ഈ സമയം ആ ലേഡി അവന്റെ അച്ഛന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അയാളുടെ നോട്ടത്തിൽ നിന്നും ഈ ലേഡിയെ അയാൾക്ക് നേരത്തെ അറിയാം. ഏജൻസിയിലെ ആളുകൾ എന്നാണ് അയാൾ അവരെ പറയുന്നത്. ഇയാനെ പോലത്തെ കഴിവുകളുള്ള ആളുകളെ അവർ പെർസെപ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഇയാൻ എവിടെയുണ്ട് എന്നാണ് അവൾ ചോദിക്കുന്നത്. പക്ഷെ അവന്റെ അച്ഛനാണെങ്കിൽ അത് പറയാൻ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരയാളെ ശരിക്കും ഉപദ്രവിക്കുന്നുണ്ട്. ഈ സമയത്താണ് അവരുടെ കൂട്ടത്തിലെ മറ്റൊരാൾ അങ്ങോട്ട് വരുന്നത്. ആർക്കേഡ് മാളിന്റെ അകത്ത് അവനെ സ്പോട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ആ മനുഷ്യൻ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവരാണെങ്കിൽ വേഗം തന്നെ ഇയാന്റെ അച്ഛനടിച്ച് ബോധം കെടുത്തുന്നു. ഇതേ സമയം നേരത്തെ കണ്ട ആ മനുഷ്യനാണെങ്കിൽ ആ ആർക്കേഡ് മാളിന്റെ അകത്ത് നിൽക്കാണ്. അയാളും ഇയാനെ അന്വേഷിച്ചാണ് നടക്കുന്നത്. അങ്ങനെ കുറച്ച് സമയത്ത് സെർച്ചിന് ശേഷം അയാൾ ഇയാനെ കണ്ടെത്തുന്നു. പക്ഷെ അയാൾ അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ആ ലേഡിയുടെ ആളുകളൊക്കെ അങ്ങോട്ട് വരാൻ തുടങ്ങി. ആ ലേഡിയുടെ ആളുകൾ ഇയാളെ കണ്ട പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ അവരിൽ നിന്ന് ഒളിച്ചാണ് നടക്കുന്നത്. പക്ഷെ എന്നിട്ടും വേറൊരാൾ ഇയാളെ കണ്ടെത്തുന്നുണ്ട്. അത് പണിയാണെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ ആ മനുഷ്യനാണെങ്കിൽ അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് സമയത്തെ ഫൈറ്റിന് ശേഷം ആ മനുഷ്യൻ അയാളെ അടിച്ച് ബോധം കെടുത്തുകയാണ്. അതിനുശേഷം വീണ്ടും പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഈ സമയം മറ്റൊരാൾ അങ്ങോട്ട് വന്ന് അയാളെ വെടിവെക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അയാളുടെ ദേഹത്ത് കൊള്ളുന്നില്ല. അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ ദേഹത്താണ് അതൊക്കെ കൊള്ളുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇയാൾക്കൊരു പവർ ഉണ്ടെന്ന്. ആ പവർ വെച്ചിട്ട് അയാളുടെ മുമ്പിൽ ഒരു മാജിക് കാണിച്ചാണ് അയാൾ. ആ വെടിവെക്കുന്ന മനുഷ്യന്റെ പുറകിലാണ് അയാൾ നിൽക്കുന്നത്. അയാൾ കൈകൊണ്ട് എന്തോ കാണിക്കുമ്പോൾ ആ മനുഷ്യനാണെങ്കിൽ വേഗം പുറത്തേക്ക് ഓടിപ്പോവുകയും ചെയ്യുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഇയാൻ അവിടെ നിൽക്കുന്നത്. തന്നെ പോലെ കഴിവുള്ള മറ്റൊരാളും കൂടെ ഉണ്ട് എന്ന് അവൻ ഈ ഒരു അവസരത്തിലാണ് മനസ്സിലാക്കുന്നത്. ഈ സമയം ആ മനുഷ്യനാണെങ്കിൽ ഇയാന്റെ നേർക്ക് കൈവക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ആ ലേഡിയുടെ കൂട്ടത്തിൽ ഒരാളങ്ങോട്ട് വന്ന് ഒരു മുഖംമൂടി എടുത്ത് ആ മനുഷ്യന്റെ തലയിലേക്ക് ഇടുന്നു. അതോടൊപ്പം തന്നെ അയാളുടെ പവർ ഒന്നും വർക്കാവുന്നില്ല. അങ്ങനെ അയാൾ ആ മനുഷ്യനെ അവിടെ നിന്ന് കൊണ്ടുപോയി കഴിയുമ്പോൾ ഒരു ലേഡി ഇയാന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. വന്ന ഉടനെ തന്നെ അവൾ സംസാരിക്കാൻ തുടങ്ങി. നോക്കിയാൻ, ഇനി നീ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്, നീ സേഫ് അല്ല എന്നാണ് അവൾ പറയുന്നത്. അപ്പോഴേക്കും വേറൊരാളും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇയാനെയും പിടിച്ചോണ്ട് അവിടെ നിന്ന് പോവാണ്. ഈ സമയം ആ മനുഷ്യനാണെങ്കിൽ അയാളെ പിടിച്ചോണ്ടായ ആൾക്കാരോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ ആളുകൾ അയാളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ മുഖംമൂടി ഇട്ടിട്ടുണ്ടെങ്കിലും അയാൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. വളരെ സിമ്പിൾ ആയിട്ടാണ് അയാൾ എല്ലാവരും ഇടിച്ചു വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയം ബാക്കിയുള്ളവരാണെങ്കിൽ ഇയാനെയും കൊണ്ട് നേരെ ഒരു ട്രക്കിന്റെ അകത്തേക്കാണ് ചെല്ലുന്നത്. ആ ലേഡി അവിടെ ഇരിക്കുന്നുണ്ട്. ഇയാനെ കാണുമ്പോൾ അവൾ സംസാരിക്കാൻ തുടങ്ങി. നിനക്ക് ജീവിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വരുന്നതാണ് നിനക്ക് നല്ലത് എന്നാണ് ആ ലേഡി പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവന് മറ്റൊരു നിവൃത്തിയുമില്ല. അതുകൊണ്ട് തന്നെ അവൻ വേഗം ട്രക്കിന്റെ അകത്തേക്ക് കയറുന്നു. അതിനകത്ത് അവന്റെ അച്ഛനും ഇരിക്കുന്നുണ്ട്. പക്ഷെ അയാൾക്കിപ്പോ ബോധമൊന്നുമില്ല. ഇയാൻ അയാളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിൽ അവൻ അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ വേറൊരു മാസ്ക് എടുത്ത് അവന്റെ തലയിലേക്ക് ഇടുന്നു. അതിനുശേഷം ആ ലേഡി ആണെങ്കിൽ അവന്റെ ശരീരത്തിൽ നിന്നും ബ്ലഡ് ഒക്കെ കുത്തിയെടുക്കാൻ തുടങ്ങി. ഈ സമയം മറ്റേ മനുഷ്യനാണെങ്കിൽ ആ ആൾക്കാരൊക്കെ ഇടിച്ചിട്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അയാൾ നോക്കുമ്പോൾ ഇയാനെ അവിടെ കാണുന്നില്ല. അയാൾ ആ മാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവർ ഇയാനെയും കൊണ്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. ഇതേ സമയം ആ ലേഡി ആണെങ്കിൽ അവന്റെ ബ്ലഡ് എടുത്ത് അവളുടെ കമ്പ്യൂട്ടറിലേക്ക് ഫീഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവൾ ആരോടോ ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. ആ പയ്യൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അവന്റെ ബ്ലഡ് സാമ്പിൾ ഒക്കെ ഞാനിപ്പോ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവൾ ഫോണിലൂടെ വിളിച്ച് പറയുന്നത്. ഇതേ സമയം ആ മനുഷ്യനാണെങ്കിൽ റോഡിലൂടെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാൾ നോക്കുമ്പോൾ അയാൾക്ക് മുന്നിലൂടെ ഒരു വലിയ ട്രക്ക് വരുന്നുണ്ട്. അയാളിപ്പോ ഒരു ചെറിയൊരു മാജിക് അവിടെ കാണിക്കുകയാണ്. അയാൾ ആ ട്രക്കിന് നേരെ ഒന്ന് തുറച്ചു നോക്കുമ്പോൾ ഒരു ലേഡി ഒരു കുഞ്ഞിനെയും കൊണ്ട് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ആ ലേഡി ആ ട്രക്കിന്റെ മുന്നിലേക്കാണ് പോകുന്നത്. അത് കാണുന്ന ട്രക്ക് ഡ്രൈവർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ബ്രേക്ക് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ആ ട്രക്ക് ഇപ്പോൾ റോഡിന്റെ നടുവിലായിട്ടാണ് നിൽക്കുന്നത്. പെട്ടെന്ന് അത് ബ്രേക്ക് ഔട്ടിയോണ്ട് തന്നെ പുറകിൽ വരുന്ന വാഹനങ്ങൾക്കൊന്നും കൺട്രോൾ കിട്ടുന്നില്ല. അതെല്ലാം ട്രക്കിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയൊരു പൊട്ടിത്തെറിയാണ് അവിടെ നടക്കുന്നത്. ഇയാനെ കൊണ്ടുവരുന്ന ആ ട്രക്കിലെ ഡ്രൈവറും ആ കാഴ്ച കാണുന്നുണ്ട്. അയാൾ വേഗം തന്നെ ആ ലേഡിയെ വയർലെസ്സിൽ വിളിച്ച് കാര്യം പറയുന്നു. അത് കേൾക്കുമ്പോൾ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അത് ആ പെർസെപ്റ്ററിന്റെ പണിയാണ്, നീ മൈൻഡ് ചെയ്യാതെ നേരെ ഓടിച്ചു പോയിക്കോ എന്നാണ് അവൾ നിർദ്ദേശം കൊടുക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ ട്രക്ക് ഡ്രൈവർ ആണെങ്കിൽ വണ്ടി നിർത്താതെ വേഗം തന്നെ അതിലെ ക്രോസ് ചെയ്തു പോകുന്നു. അത് അയാൾ ഉണ്ടാക്കിയ ഒരു മാജിക് ആയതുകൊണ്ട് തന്നെ ഈ ട്രക്കിന് പ്രശ്നമൊന്നും പറ്റുന്നില്ല. അതൊക്കെ കണ്ട് ആ മനുഷ്യനാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ഇയാനെയും കൂട്ടിയിട്ട് ആ ഏജൻസിയിലേക്കാണ് ചെല്ലുന്നത്. ഈ സമയം ഒരു സയന്റിസ്റ്റും മറ്റൊരു ലേഡിയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. അതിനുശേഷം അവന്റെ തലയിൽ നിന്ന് ആ ഹെൽമെറ്റ് എടുത്ത് മാറ്റുന്നു. അതിനിടയിൽ ആ ലേഡി സംസാരിക്കാൻ തുടങ്ങി. ഇവളുടെ പേര് അഡ്രിയാന എന്നാണ്. എന്തിനാണ് അവൻ അങ്ങോട്ട് പിടിച്ചോണ്ട് വന്നിരിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ചില വിഷ്വൽസ് ഒക്കെ അവരവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിനക്കറിയാമല്ലോ, ഓരോ 5 വർഷം കൂടുമ്പോഴും നമ്മുടെ രാജ്യത്ത് ഓരോരോ ഗവൺമെന്റിനെയാണ് തെരഞ്ഞെടുക്കുന്നത്. ഇലക്ഷന് മുമ്പേ നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ അവർ തരാറുണ്ട്. പക്ഷെ അവർ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരതൊന്നും തന്നെ പാലിക്കാറില്ല. ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ട് പോരുന്നത്. അവയർനെസ് എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരിലുള്ള എല്ലാവരും തന്നെ നിന്നെ പോലത്തെ പവറുകളുള്ളതാണ്. അതായത് ആരുടെ മുമ്പിലും എന്ത് കാഴ്ചയും സൃഷ്ടിക്കാൻ സാധിക്കുന്നവർ. അവരാണ് ഈ ഗവൺമെന്റിനെ എല്ലാം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ജനാധിപത്യം വന്നത് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് അഡ്രിയാന പറയുന്നത്. അവയർനെസ്സോ, അതെന്താണ് സംഭവം? ഞാൻ പറഞ്ഞല്ലേ, നിന്നെ പോലുള്ള ആളുകളുള്ള ഒരു ഗ്രൂപ്പാണത്. നിന്നെ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വന്നത് ഓർമ്മയുണ്ടല്ലോ, അയാളെ പെർസെപ്റ്റർ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇനി ഇയാൾ
മാത്രമേ ആ അവയർനെസ് ഗ്രൂപ്പിൽ ബാക്കിയുള്ളൂ എന്നാണ്. നിന്നെ പോലെ തന്നെ അയാൾക്കും പലതരം കാഴ്ചകൾ സൃഷ്ടിക്കാൻ സാധിക്കും. മാത്രമല്ല ഞങ്ങൾ ഇതുവരെ ഫേസ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണത്. അയാൾ നിന്റെ പുറകെ കൂടിയിരിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ അയാളുടെ ഗ്രൂപ്പിൽ ചേർത്താൻ വേണ്ടിയിട്ടാണ്. അതിന് നീ സമ്മതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾ നിന്നെ കൊല്ലും. ഓക്കെ, സമ്മതിച്ചു. അയാളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്? എന്നിൽ നിന്ന് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? അയാൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. നീ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യണം. പിന്നെ നിന്റെ ബ്ലഡ് ഞങ്ങൾ കളക്ട് ചെയ്തത് നീ കണ്ടതാണല്ലോ. അത് വെച്ചിട്ട് നിന്നെ പോലെ ഒരാളെ ഞങ്ങൾക്ക് സൃഷ്ടിക്കാനും കഴിയും. അതുപോലെ തന്നെ നിന്റെ പവറുകൾ ഞങ്ങൾക്ക് ഇല്ലാതാക്കാനും സാധിക്കും. ഇതെന്തായാലും നീ ഒന്ന് മനസ്സിൽ വെച്ചോ. ഇനി എനിക്ക് നീ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തരണം. നിനക്ക് എന്തൊക്കെ കാഴ്ചകൾ എന്നെ കാണിക്കാൻ സാധിക്കും? ആളുകളെയൊക്കെ എന്റെ മുമ്പ് പ്രത്യക്ഷപ്പെടുത്താൻ നിന്നെ കൊണ്ട് സാധിക്കും? ആളുകളെ ഒന്നും സാധിക്കത്തൊന്നുമില്ല. അതിനെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തതാണ്, പക്ഷെ അതൊക്കെ ഫെയിൽ ആയിരുന്നു. എന്നാൽ നീ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്, നിനക്കത് പറ്റും. ഇപ്പൊ എന്തായാലും ഞാൻ ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ അച്ഛനവിടെ, അദ്ദേഹത്തെ നിങ്ങൾ എവിടെയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്? അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പക്ഷെ അതിനു മുമ്പ് ആദ്യം നീ എന്നെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കാട്ടെ. എന്താണ് കാണിക്കേണ്ടത് എന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. അതായത് ഞാനിപ്പോഴൊരു ബീച്ചിലാണ് ഇരിക്കുന്നത് എന്ന ഫീലാണ് എനിക്ക് ഉണ്ടാവേണ്ടത്. മാത്രമല്ല ഞാനൊരു കോക്ടെയിലും കഴിക്കുന്നുണ്ടായിരിക്കണം. ഈ ഒരു കാഴ്ച എനിക്കിപ്പോ ഒന്ന് കാണിച്ചു തന്നെ. അവരത്രയും പറഞ്ഞു കഴിയുമ്പോൾ അവന് ചിരിയാണ് വരുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അങ്ങനെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് എനിക്ക് കാണിച്ചു തരാനൊന്നും സാധിക്കത്തില്ല. എന്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് പറ്റില്ല ചെയ്യാൻ. നീ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്ക്. ഫോക്കസ് ചെയ്യാനുള്ള ഒരു മാർഗം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ ഇമോഷൻസ് എന്ന് പറയുന്നതാണ് നിന്റെ പവേഴ്സിനെ വളരെ ആക്യുറേറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു സംഭവം. നീ എത്രത്തോളം നിന്റെ ആ ഇമോഷനുമായിട്ട് അറ്റാച്ച് ആവുന്നോ അത്രത്തോളം കറക്റ്റ് ആയിട്ട് നിനക്ക് ഓരോ സംഭവങ്ങൾ കാണിക്കാൻ സാധിക്കും. നിന്റെ അമ്മയുമായി ബന്ധപ്പെട്ട ഒരു വിഷമം നിന്റെ മനസ്സിൽ കിടക്കുന്നില്ലേ? അതിനെ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്ക് എന്ന് പറഞ്ഞ് അവർ അവന്റെ അമ്മയുടെ ഒരു ഫോട്ടോ അവനെ കാണിച്ചു കൊടുക്കുന്നു. അത് കാണുന്ന അവനാണെങ്കിൽ ആ ഫോട്ടോയിലേക്ക് തന്നെ തുറച്ചു നോക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അവർ പറഞ്ഞ വിഷ്വൽസ് ഒക്കെ അവരുടെ മുന്നിൽ തെളിഞ്ഞു വരികയാണ്. അവർ രണ്ടുപേരും ഇപ്പോഴൊരു ബീച്ചിലാണ് നിൽക്കുന്നത്. അഡ്രിയാന പറഞ്ഞ പോലെ തന്നെ അവളുടെ കയ്യിൽ ഒരു കോക്ടെയിലും ഇരിക്കുന്നുണ്ട്. ഈ സമയം അവൾ പറയാത്തൊരു കാര്യം കൂടെ അവൻ അവളുടെ മുന്നിൽ ഉണ്ടാക്കുന്നുണ്ട്. അതൊരു ഈച്ചയാണ്. അതിങ്ങനെ അവളെയും ചുറ്റിപ്പറ്റി ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ അതെന്തായാലും നന്നായി. ഇനി എനിക്ക് വേണ്ടത് മറ്റൊരു കാര്യമാണ്. നീ ഇപ്പോൾ ഈ ഈച്ചയെ ക്രിയേറ്റ് ചെയ്തല്ലോ, അതിങ്ങനെ ഒരു ലൂപ്പിൽ പെട്ട പോലെ ഇനി അങ്ങോട്ടുള്ള ദിവസം മുഴുവൻ എന്റെ കൂടെ തന്നെ അത് ഉണ്ടായിരിക്കണം. ഈ ഒരു കാഴ്ച ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അവൾ പറയുന്നു. അതേക്ക് നീയാനാണെങ്കിൽ വേഗം അവന്റെ കൈകൾ ഉയർത്തുന്നു. അതോടൊപ്പം തന്നെ അവർ തിരിച്ച് ആ റൂമിലേക്ക് തന്നെ ചെന്നിരിക്കുകയാണ്. അവിടെ എത്തിയതിനു ശേഷം അവൻ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ലൂപ്പൊക്കെ ഞാൻ ചെയ്തു തരാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് എന്റെ അച്ഛനെ ഒന്ന് കാണണം. അതിന് നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ സഹകരിക്കത്തുള്ളൂ എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അവർ റിയാനെ കൊണ്ടുപോകുന്നത് അവന്റെ അച്ഛനെ പൂട്ടിയിട്ടിരിക്കുന്ന റൂമിലേക്കാണ്. അഡ്രിയാനെ കാണുമ്പോൾ അയാൾ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അയാളുടെ ആ സംസാരമൊക്കെ കേൾക്കുമ്പോൾ അഡ്രിയാനയെ അച്ഛനെ നേരത്തെ അറിയാം എന്നുള്ള കാര്യങ്ങളൊക്കെ അവന് മനസ്സിലായി. നിങ്ങൾക്ക് എങ്ങനെ ഇവരെ അറിയാം എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. പക്ഷെ അവന്റെ അച്ഛനാണെങ്കിൽ അതിനൊരു മറുപടി പറയുന്നില്ല. ഈ സമയം അഡ്രിയാന സംസാരിക്കാൻ തുടങ്ങി. നിനക്കറിയാത്ത പല കാര്യങ്ങളുണ്ട് ചെയ്യാൻ. നിനക്ക് ഇപ്പോഴുള്ള പവർ കൂടാതെ മറ്റൊരു പവറും കൂടെ ഉണ്ട്. അതായത് ആരുടെയും മനസ്സിലേക്ക് കയറി ചെന്ന് എന്താണ് അവരുടെ മനസ്സിൽ നടക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നീ ഈ ഫോട്ടോ കണ്ടില്ലേ, നിന്റെ അമ്മയുടെ ഫോട്ടോ? ഇയാളുടെ മനസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ സ്ത്രീ എവിടെയാണുള്ളത് എന്ന കാര്യം നിനക്ക് കണ്ടെത്താൻ സാധിക്കും എന്നൊക്കെയാണ് അഡ്രിയാന പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവന്റെ അച്ഛനാണെങ്കിൽ അവനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. നീ വെറുതെ അവര് പറയുന്നത് കേൾക്കാൻ നിൽക്കണ്ട. അവൾ നിന്നെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. നീ ആവശ്യമില്ലാത്തൊന്നും ചെയ്യല്ലേ എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. പക്ഷെ ഇയാനാണെങ്കിൽ അത് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അവൻ വേഗം തന്നെ അവന്റെ പവർ വെച്ച് അയാളുടെ മെമ്മറിയിലേക്ക് കയറുകയാണ്. അതിലവൻ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ അച്ഛൻ ഒരു ലാബിലാണ് നിൽക്കുന്നത്. അഡ്രിയാനെ അവിടെയുണ്ട്. അവൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അവന്റെ അച്ഛൻ നേരെ ചെല്ലുന്നത് ഒരു റൂമിന്റെ ഉള്ളിലേക്കാണ്. അവിടെ ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. ഇത് ഇയാന്റെ ചെറുപ്പത്തിലുള്ള രൂപമാണ്. അയാൾ വേഗം തന്നെ ആ കുട്ടിയെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോഴേക്കും അഡ്രിയാനയും മറ്റൊരാളും കൂടെ അയാളെ തടയാൻ വരുന്നുണ്ട്. പക്ഷെ അയാളാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം ഇടിച്ചിട്ടതിന് ശേഷം വേഗം തന്നെ ആ കൊച്ചിനെയും കൊണ്ട് പുറത്തേക്ക് ഓടുകയാണ്. ഇത്രയുമാണ് ഇയാനിപ്പോ കണ്ടത്. ആ കാഴ്ച കണ്ടതുകൊണ്ട് തന്നെ അവൻ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. അപ്പോഴേക്കും അവന്റെ അച്ഛനാണെങ്കിൽ ബോധം കെട്ട് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ഈ സമയം അഡ്രിയാന സംസാരിക്കാൻ തുടങ്ങി. നീ അവളെ കണ്ടോ? ഇല്ല, ഞാൻ നിങ്ങളെ ഇയാളെയും മാത്രമാണ് കണ്ടത്. അവിടെ ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. ഇയാൾ അതിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടി. അപ്പോൾ ആ കൊച്ചുകുട്ടി ഞാനായിരുന്നല്ലേ? അങ്ങനെ വരുമ്പോ ഇയാൾ എന്റെ അച്ഛനോ അല്ല, ഇയാൾ എന്നെ തട്ടിക്കൊണ്ടുവന്നാണല്ലേ? അതെ യാൻ, ഇയാളെ നിന്നെ തട്ടിക്കൊണ്ടുവന്നാണ്. എനിക്കറിയാം നിനക്കിത് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന്. പക്ഷെ നീ വിശ്വസിച്ചേ മതിയാവും. ഒരുപക്ഷെ നിന്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ ആകെ ഞെട്ടി നിൽക്കുകയാണ് അവൻ. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. അഡ്രിയാന ഇപ്പോ അവന്റെ ശരീരത്തിൽ നിന്ന് എടുത്ത ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവളുടെ കൂടെ മറ്റൊരാൾ നിൽക്കുന്നുണ്ട്. അയാൾ ഒരു ഇംഗ്ലീഷുകാരനാണ്. ബാക്കിയുള്ളവരെല്ലാവരും സ്പാനിഷ് ആണ് സംസാരിക്കുന്നെങ്കിൽ ഇയാൾ മാത്രമാണ് ഇതിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇയാളെ ഇംഗ്ലീഷുകാരെന്ന് വിളിക്കാം. അവൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ആ
ബ്ലഡ് വെച്ചിട്ട് ഇയാന്റെ പവർ സൃഷ്ടിക്കാനും സാധിക്കും, അതില്ലാതാക്കാനും സാധിക്കുമെന്ന്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന്റെ ആ ബ്ലഡ് വെച്ചിട്ട് ഒരു ഫോർമുല ഉണ്ടാക്കിയെടുക്കണം. പക്ഷെ ഇവന്റെ ഈ ബ്ലഡ് വെച്ചിട്ട് അങ്ങനെ ഒരു ഫോർമുല ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നാണ് ആ റിസൾട്ട് കാണിക്കുന്നത്. അത് കാണുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ശരിക്കും അത്ഭുതമാവുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു പെർസെപ്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫോർമുല ഉണ്ടാക്കിയെടുക്കാൻ പറ്റേണ്ടതാണ്. പക്ഷെ ഇയാന്റെ കാര്യത്തിൽ മാത്രം അത് പറ്റുന്നില്ല. അതിൽ നിന്നും അവൻ നാച്ചുറലായിട്ട് ജനിച്ച ഒരു പെർസെപ്റ്റർ ആണ് എന്ന കാര്യം അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ശരിക്കും ത്രില്ലടിച്ച് നിൽക്കുകയാണ്. പക്ഷെ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ശരീരത്തിൽ നിന്ന് ആ ഫോർമുല ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇവനെ കൊണ്ട് നമുക്കൊരാവശ്യമില്ല, അതുകൊണ്ട് അവനെ ഒഴിവാക്കിയേക്ക് എന്നാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഇല്ല, അങ്ങനെ ഒഴിവാക്കാൻ സാധിക്കത്തില്ല. ആ മ്യൂൾ എങ്ങാനും തിരിച്ചു വന്നു കഴിഞ്ഞാൽ അയാൾക്കെതിരെ നമുക്ക് നിർത്താൻ പറ്റുന്നത് ഇവനെ കൊണ്ട് മാത്രമാണ് എന്നൊക്കെയാണ് അഡ്രിയാന പറയുന്നത്. മ്യൂളോ, നീ ഇപ്പോഴും അതിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് നടക്കുകയാണോ? അതൊരു മിത്താണ് അഡ്രിയാന, അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അതുകൊണ്ട് നീ അവനെ ഒഴിവാക്കിയേക്ക് എന്ന് തന്നെയാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അഡ്രിയാന ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല. അവനെ എനിക്ക് വേണം. ആ പെർസെപ്റ്ററിന്റെ മൂന്നാമത്തെ ശക്തി ഉണ്ടല്ലോ, അതും പുറത്തെടുക്കാൻ ഇയാനെ കൊണ്ട് സാധിക്കും, ഞാനത് അവനെ കൊണ്ട് നടത്തിക്കും എന്നൊക്കെയാണ് അവൾ പറയുന്നത്. ഇതേ സമയം നേരത്തെ കണ്ട ആ പെൺകുട്ടിയാണെങ്കിൽ ഇയാന്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. അവൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് വന്ന് കാണുമ്പോൾ തന്നെ അവനാകെ സംശയമായി. ഈ സമയം അവൾ അവനോടൊരു കാര്യം പറയാണ്. നിന്നെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നിരിക്കുന്നത് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്. നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീ മരിക്കും. എനിക്ക് നിന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കും, പക്ഷെ അതിനെ കുറച്ച് ഫൈറ്റ് ചെയ്യേണ്ടി വരും, എന്നാലും ഞാൻ നിന്നെ രക്ഷപ്പെടുത്തിക്കോളാം എന്നാണ് അവൾ പറയുന്നത്. മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെ അവൻ അതിന് ഓക്കെ പറയുകയും ചെയ്യുന്നു. ഈ സമയം ലാബിലാണെങ്കിൽ നേരത്തെ കണ്ട സയന്റിസ്റ്റ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അയാൾ അകത്തേക്ക് കയറി വരുമ്പോൾ ഒരു ലേഡി ആണെങ്കിൽ ഇയാന്റെ ആ ബ്ലഡ് റിസൾട്ടിനെ കുറിച്ചൊക്കെ അയാളോട് സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ അവൾ പറയുന്നതിനും ചോദിക്കുന്നതിനൊന്നും അയാൾ ഒരു മറുപടിയും പറയുന്നില്ല. അയാൾ വേഗം തന്നെ ചെന്നിട്ട് അവിടുത്തെ കമ്പ്യൂട്ടറിൽ അവന്റെ ആ ബ്ലഡ് റിസൾട്ട് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം തന്നെ ആ പെൺകുട്ടി അവനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും വേറെ കുറെ ആളുകൾ അവരുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. അവളാണെങ്കിൽ എല്ലാവരുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ അവരെല്ലാവരെയും അടിച്ചിട്ടതിന് ശേഷം അവൾ വേഗം അവനെയും കൊണ്ട് ഒരു ലിഫ്റ്റിന്റെ അകത്തേക്ക് കയറുകയാണ്. ഈ സമയത്താണ് അവൻ അവന്റെ അച്ഛന്റെ കാര്യം ഓർക്കുന്നത്. പുള്ളിയില്ലാതെ ഞാൻ എങ്ങോട്ടും വരുന്നില്ല എന്നാണ് അവൻ അവളോട് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അത് നിന്റെ അച്ഛനല്ല എന്നുള്ള കാര്യം നിനക്ക് നേരത്തെ മനസ്സിലായതല്ലേ, പിന്നെ ഇനി എന്തിനാണ് അയാളെയും രക്ഷിക്കാൻ നോക്കുന്നത്? ശരിയാണ്, അയാൾ എന്റെ അച്ഛനല്ലായിരിക്കും, പക്ഷെ എനിക്ക് ചില ഉത്തരങ്ങൾ കിട്ടേണ്ടതുണ്ട്, അതൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലാണ് ഇരിക്കുന്നത് എന്നാണ് അവൻ മറുപടി പറയുന്നത്. ഇതേ സമയം തന്നെ അഡ്രിയാനയ്ക്ക് അവരവിടെ നിന്ന് രക്ഷപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് അവിടുത്തെ ഒരു അലാറം ഓണാക്കുന്നു. അതിനുശേഷം ബാക്കിയുള്ള ആളുകളെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഈ സമയത്താണ് ആ ഇംഗ്ലീഷുകാരൻ അങ്ങോട്ട് വരുന്നത്. അവൻ ഇവിടെ നിന്ന് ജീവനോടെ പുറത്തു പോകാൻ പാടില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ കൊന്നുകളയാൻ ഓർഡർ കൊടുക്ക് എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ ആ ലാബിന്റെ അകത്തെ ആളുകളൊക്കെ തലങ്ങനും വിലങ്ങനും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ആ സയന്റിസ്റ്റും അവിടെ നിൽക്കുന്നുണ്ട്. അയാൾ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഈ സമയം ഇയാനും ആ പെൺകുട്ടിയും കൂടെ അവന്റെ അച്ഛനെയും കൊണ്ട് അവിടുത്തെ ഒരു കാറിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അവർ ആ കാർ ഓടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും ആ സെക്യൂരിറ്റികളൊക്കെ അങ്ങോട്ട് ഓടി വരാൻ തുടങ്ങി. അവർ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയം തന്നെ ആ ലാബിന്റെ അകത്തുള്ള മറ്റ് സെക്യൂരിറ്റീസ് എല്ലാം തോക്കൊക്കെ എടുത്ത് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് ആ സയന്റിസ്റ്റ് ഒരു തോക്കെടുത്തിട്ട് അവരെല്ലാവരെയും ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. വളരെ പെട്ടെന്ന് തന്നെ അയാൾ ആ തോക്ക് വെച്ചിട്ട് അവിടെയുള്ള എല്ലാവരെയും കൊന്നുകളയാണ്. ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ ആ സയന്റിസ്റ്റ് ആയിരുന്നില്ല, അത് ആ പെർസെപ്റ്റർ ആണ്. ഇത്രയും സമയം അയാൾ ഒരു വിഷ്വൽ മാജിക് കാണിച്ചാണ്. അയാൾ അവിടുത്തെ CCTVയിലൂടെ നോക്കുമ്പോൾ ഇയാനും കൂട്ടരും അവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ് കാണുന്നത്. അയാൾ വേഗം തന്നെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതേ സമയം ഇയാനും ടീമും വണ്ടി ഓടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നേരെ കുറെ സെക്യൂരിറ്റികൾ വീണ്ടും ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് കാണുന്ന ഇയാനാണെങ്കിൽ അവന്റെ വക ഒരു മാജിക് കാണിക്കുന്നു. ആ മാജിക് കാണിക്കുന്നതോടുകൂടെ ആ സെക്യൂരിറ്റികളെല്ലാം വേറെ സ്ഥലത്തേക്ക് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അതിനിടയിലൂടെ ഇയാൻ നൈസായിട്ട് ആ വണ്ടി ഓടിച്ച് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വണ്ടി പഞ്ചറാക്കുന്ന ഒരു സാധനം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിലൂടെയാണ് അവരുടെ കാറ് കയറി ഇറങ്ങുന്നത്. അങ്ങനെ ആ പഞ്ചറായ ടയറും കൊണ്ടാണ് അവരവിടെ നിന്ന് പോകുന്നത്. അധിക നേരം അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് ആ കാറിന്റെ നിയന്ത്രണം വിട്ട് അത് താഴേക്ക് മറിഞ്ഞു വീഴാണ്. പക്ഷെ ഭാഗ്യത്തിന് അവർക്കൊരു കുഴപ്പവും പറ്റിയിട്ടില്ല. കുറച്ചു സമയം കഴിയുമ്പോൾ ആ പെർസെപ്റ്റർ അയാളുടെ വണ്ടിയിൽ അങ്ങോട്ട് വരുന്നുണ്ട്. എവിടെയാണോ ആ കാർ മറിഞ്ഞത് കറക്റ്റ് ആയിട്ട് അവിടെ തന്നെയാണ് അയാൾ വന്ന് വണ്ടി നിർത്തുന്നത്. പക്ഷെ അയാൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അത് ഇയാന്റെ പണിയായിരുന്നു. അവൻ അവന്റെ മാജിക് വെച്ചിട്ട് അയാളുടെ കൺമുന്നിൽ നിന്നും ആ കാറ് മറിച്ചതാണ്. പക്ഷെ ആ പെർസെപ്റ്ററിന് അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നൈസായിട്ട് ഒന്ന് ചിരിച്ചതിന് ശേഷം അയാൾ വേഗം അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അഡ്രിയാനയുടെയും കൂട്ടരുടെയും കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടവർ നേരെ ഒരു ഹോട്ടൽ റൂമിലേക്കാണ് ചെല്ലുന്നത്. ഇവന്റെ അച്ഛന് ചെറിയ അപകടമൊക്കെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞൊണ്ടിട്ടാണ് അയാൾ നടക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ആ പെൺകുട്ടിയെ ഇയാൻ ഇപ്പോഴാണൊന്ന് ശരിക്കും പരിചയപ്പെടുന്നത്. എസ്തർ എന്നാണ് അവളുടെ പേര്. നീ ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ അതിന് കറക്റ്റായിട്ടൊരു മറുപടി ഒന്നും പറയുന്നില്ല.
പക്ഷെ അവൾ അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. നിന്റെ കഴിവുകളിൽ നീ ശരിക്കും വിശ്വസിക്കണം, എന്താണോ നീ ചിന്തിക്കുന്നത് അതിനെ തന്നെ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവൾ അവനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സംസാരത്തിനിടയിൽ അവര് പോലും അറിയാതെ അവർ ശരിക്കും അടുക്കുന്നുമുണ്ട്. അങ്ങനെ ആ ടെറസിൽ നിന്നുള്ള സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് അവർ നേരെ ചെല്ലുന്നത് അവന്റെ അച്ഛന്റെ റൂമിലേക്കാണ്. ഇയാളുടെ പേര് വിക്ടർ എന്നാണ്. അവർ നോക്കുമ്പോൾ അയാളാണെങ്കിൽ അടിച്ച് നല്ല സെറ്റായിട്ട് കിടക്കുകയാണ്. അതൊക്കെ കാണുമ്പോൾ എന്തിനാണ് ഇയാളെയും താങ്ങി ഇങ്ങനെ നടക്കുന്നത്, ഇയാൾ നിനക്കൊരു ലയബിലിറ്റി ആയി തീരത്തേ ഉള്ളൂ, അതുകൊണ്ട് ഇയാൾ എത്രയും പെട്ടെന്ന് ഒഴിവാക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഒഴിവാക്കി കളയാനൊന്നും സാധിക്കത്തില്ല എസ്തർ. ഇയാൾ ഉണ്ടെങ്കിലേ ഞാൻ ശരിക്കും ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ, അത് കണ്ടുപിടിക്കാതെ എനിക്ക് ഇയാളെ വിടാൻ സാധിക്കത്തില്ല എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, അയാൾ ഏതായാലും നല്ല ഉറക്കത്തിലാണ്, നീ അയാളുടെ മൈൻഡിലേക്ക് കയറിയിട്ട് കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്ക്, അത് നല്ലൊരു ഐഡിയ ആണ് എന്ന് അവനും തോന്നി. അവൻ വേഗം തന്നെ അയാളുടെ മൈൻഡിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ അയാളുടെ മൈൻഡിന്റെ അകത്തേക്ക് കയറുന്നു. ഇത്തവണ അവൻ കാണുന്നത് അയാൾ ആ ലാബിൽ നിൽക്കുന്നതാണ്. അഡ്രിയാനെ അയാളുടെ മുമ്പിലുണ്ട്. അവർ തമ്മിലുള്ള സംസാരത്തിൽ അവരുടെ ഒരു ബോസിനെ പറ്റി പറയുന്നുണ്ട്. മാത്രമല്ല അവളുടെ കയ്യിലിരിക്കുന്ന ഒരു ഫയലിൽ എന്തോ ഒരു അഡ്രസ്സും കാണാൻ സാധിക്കും. അങ്ങനെ ആ സംസാരത്തിന് ശേഷം അവൾ നേരെ പുറത്തുള്ള ഒരു വാനിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അതിനുശേഷം അതിലകത്തിരിക്കുന്ന ഒരാളോട് സംസാരിക്കാൻ തുടങ്ങി. കൊമിൻസ്കി എന്ന് പറഞ്ഞ ഒരാളുടെ കാര്യമാണ് പറയുന്നത്. ഇന്ന് രാത്രി തന്നെ ആ ഫോർമുല ഉണ്ടാക്കി കൊമിൻസ്കിക്ക് കൊടുക്കണം എന്നൊക്കെയാണ് അവൾ ആ കാറിലിരിക്കുന്ന ആളോട് പറയുന്നത്. ആ കാറിലിരിക്കുന്ന ആൾക്ക് വിരലുകളൊന്നുമില്ല, അതൊക്കെ ഇയാന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇത്തവണ അയാളുടെ മൈൻഡ് റീഡ് ചെയ്തപ്പോൾ അവന് കാണാൻ സാധിച്ചത്. ആ കാഴ്ചയൊക്കെ കണ്ട് അവനാകെ ഞെട്ടിയിരിക്കുകയാണ്. അങ്ങനെ അടുത്തതായിട്ട് അവൻ പോകുന്നത് ഒരു ബാങ്കിലേക്കാണ്. അവരുടെ കയ്യിൽ പൈസയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് മാജിക് ഒക്കെ കാണിച്ചിട്ട് അവിടുന്ന് കുറച്ച് പൈസ അടിച്ചു മാറ്റാനുള്ള ശ്രമത്തിലാണ് അവൻ. അതിനുവേണ്ടി അവൻ അവന്റെ മാജിക് വെച്ചിട്ട് 5000 രൂപയുടെ ഒരു ചെക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് അവിടുത്തെ ഒരു സ്റ്റാഫിന്റെ കയ്യിൽ കൊടുക്കുന്നത്. അവൾക്ക് വലിയ സംശയം തോന്നുന്നില്ല. അവൾ വേഗം തന്നെ ആ പൈസ എടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ അതും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് അവൾ ആ ചെക്ക് ശ്രദ്ധിക്കുന്നത്. അതിനകത്ത് ഐ എം സോറി എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അത് അവൾക്കൊരു ഷോക്കായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റീസിനെ വിളിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഇയാനാണെങ്കിൽ എസ്തറിനെയും കൊണ്ട് വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവരവരുടെ റൂമിൽ തിരിച്ചെത്തി. കുറെ പൈസ കിട്ടിയോണ്ട് തന്നെ എസ്തർ ആണെങ്കിൽ ശരിക്കും സന്തോഷത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ചു സമയം സംസാരിച്ചതിന് ശേഷം അവൾ വേഗം തന്നെ കുളിക്കാൻ പോകുന്നു. ഈ സമയത്താണ് താഴെ ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം അവൻ കേൾക്കുന്നത്. അവൻ അത് ആരാണെന്ന് ചെക്ക് ചെയ്യുമ്പോൾ അത് പണിയാണെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് തന്നെ ആ റൂമിനകത്തുള്ള കർട്ടനൊക്കെ വലിച്ചിടാൻ തുടങ്ങി. അത് മറ്റാരുമായിരുന്നില്ല, അത് ആ പെർസെപ്റ്റർ ആയിരുന്നു. അയാൾ വേഗം തന്നെ അവന്റെ ആ റൂമിന്റെ അകത്തേക്ക് കയറി വരികയാണ്. അവിടെ മൊത്തം മാറ്റിയിട്ടുണ്ട്. അതിപ്പോ പണി നടക്കുന്ന ഒരു അവസ്ഥയിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. അത് അവന്റെ പണിയാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ നേരെ അവിടുത്തെ ഒരു കണ്ണാടിക്ക് മുന്നിലേക്കാണ് ചെല്ലുന്നത്. കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ ആ സ്ഥലമൊക്കെ ഒറിജിനൽ ആയിട്ട് തന്നെയാണ് കാണുന്നത്. അവനെ കാണുമ്പോൾ അയാൾ സംസാരിക്കാൻ തുടങ്ങി. നീ എന്ത് തന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും കണ്ണാടിക്ക് മുമ്പിൽ അതൊന്നും നടക്കത്തില്ല, കണ്ണാടിക്കുള്ളിൽ എപ്പോഴും ഒറിജിനൽ ആയിട്ട് തന്നെ കാണിക്കത്തുള്ളൂ എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുന്ന ഇയാനാണെങ്കിൽ അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയം അയാൾ അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. നീ വിചാരിക്കുന്ന പോലെ ഞാനൊരു വില്ലനല്ല, അഡ്രിയാനയും ടീമുമാണ് നിന്നെ അപകടത്തിലാക്കുന്നത്, ഞാൻ എപ്പോഴും നിന്റെ സൈഡാണ് എന്നൊക്കെ അയാൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അത് കാണുന്ന അയാളാണെങ്കിൽ പെട്ടെന്ന് കുറെ വിഷ്വൽസ് ഒക്കെ അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് അവൻ നേരത്തെ ആ ലാബിൽ കണ്ട ആ അഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതെല്ലാം കാണുന്നതോടുകൂടെ തന്നെ അവൻ ബോധം കെട്ട് താഴേക്ക് വീഴുകയും ചെയ്യുന്നു. ഈ സമയം നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം ഇയാനും എസ്തറും കൂടെ ആ അഡ്രസ്സും അന്വേഷിച്ച് പോയിരിക്കുകയാണ്. അവർ എത്തിച്ചേരുന്നത് ആ പഴയ ലാബിന്റെ അകത്താണ്. അത് മൊത്തം തകർന്നു കിടക്കാണ്. ആ ചെക്കിങ്ങിനിടയിൽ അവർക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളൊന്നും അവിടുന്ന് കണ്ടെടുക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ കുറച്ച് സമയം കൂടെ അവിടെ പരിശോധിച്ച് നിൽക്കുമ്പോഴാണ് അവർ ആ റൂം കണ്ടെത്തുന്നത്. അതായത് ഈ റൂമിനകത്താണ് അവന്റെ അമ്മയെയും അവന്റെ കുട്ടി രൂപത്തെയും അടച്ചിട്ടിരുന്നത്. അതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ അവൻ ആ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. കുറച്ച് സമയത്തെ പരിശോധനയ്ക്കിടയിൽ അവിടുത്തെ ചുമരൊക്കെ പൊള്ളയാണ് എന്ന കാര്യം അവന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ അവൻ അതൊക്കെ അടിച്ചു പൊളിക്കുന്നു. അവൻ നോക്കുമ്പോൾ അതിനകത്ത് മുഴുവൻ ഷെൽഫുകളാണ്. മാത്രമല്ല ഒരുപാട് ഫയലുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ ആ ഫയലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അത് പല പല എക്സ്പെരിമെന്റ്സ് നടത്തിയ ഫയലുകളാണ്. അങ്ങനെ അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പൊതിഞ്ഞു വെച്ചൊരു ഫയൽ അവർക്ക് കിട്ടുന്നത്. അതിനകത്തൊരു ഡയറിയാണ് ഉണ്ടായിരുന്നത്. ആ ഡയറിക്കുള്ളിൽ അവന്റെ അമ്മയുടെ ഒരു ഫോട്ടോയും കാണുന്നുണ്ട്. ഈ അവസരത്തിലാണ് അവന്റെ അമ്മയുടെ പേര് അവൻ തിരിച്ചറിയുന്നത്. ഉർസുല കൊമിൻസ്കി എന്നാണ് അവളുടെ പേര്. ആ പേരിൽ നിന്നാണ് ആ ഞെട്ടിക്കുന്ന കാര്യം അവൻ തിരിച്ചറിയുന്നത്. ആ കൊമിൻസ്കി എന്ന് പറയുന്ന ആളുടെ കൊച്ചുമകനാണ് അവൻ. ഈ കൊമിൻസ്കിയുടെ കാര്യമാണ് നേരത്തെ വിക്ടറിന്റെ മൈൻഡിലേക്ക് കയറിയപ്പോൾ അഡ്രിയാന വാനിലുള്ള ആളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതേ സമയം തന്നെ അവന്റെ അച്ഛനാണെങ്കിൽ അവരുടെ ബോട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അയാൾ അതിന്റെ അകത്തേക്ക് കയറുമ്പോഴാണ് അഡ്രിയാന അയാളുടെ അടുത്തേക്ക് വരുന്നത്. നീ എന്തിനാണ് ഇപ്പോഴും ഞങ്ങളുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത്, നിനക്ക് എന്താണ് വേണ്ടത്? അത് നിങ്ങൾക്കറിയാലോ, എനിക്ക് വേണ്ടത് ഇയാനെയാണ്. അവനിപ്പോൾ ഒറ്റയ്ക്കാണ് സഞ്ചരിക്കുന്നത്. ആ പെർസെപ്റ്ററിന്റെ കയ്യിൽ അവനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ വളരെ സിമ്പിൾ ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് എനിക്ക് അവനെ കണ്ടുപിടിച്ചേ പറ്റൂ. ആ മ്യൂൾ എങ്ങാനും തിരിച്ചു വരികയാണെങ്കിൽ അയാൾക്കെതിരെ നിർത്താൻ പറ്റുന്ന ഏക ഒരാളെന്ന് പറയുന്നത് ഇയാൻ മാത്രമാണ് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. എന്തൊക്കെയാണ് അഡ്രിയാന നീ പറയുന്നത്? നീ ഇത്രയും വർഷമായിട്ട്
ആ മ്യൂളിന്റെ പുറകിൽ തന്നെയാണല്ലോ. അങ്ങനെ ഒരാളില്ല എന്ന് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവത്തില്ലേ? നോക്കി, ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം. ഇയാനിപ്പോൾ അവന്റേതായിട്ടുള്ള ഒരു പാതയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നീ വെറുതെ അത് ക്രോസ് ചെയ്യാൻ നിൽക്കണ്ട. അവൻ അവന്റെ വഴിക്ക് വിട്ടേക്ക്. ഇല്ല, എനിക്ക് ഒരിക്കലും അങ്ങനെ വിടാൻ സാധിക്കത്തില്ല. ഞാൻ എന്തായാലും അവനെ കണ്ടുപിടിച്ചിരിക്കും. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്, നിങ്ങൾ ഈ കുടിയൊക്കെ ഒന്ന് നിർത്ത്. എന്നിട്ട് അവനൊരു യഥാർത്ഥ അച്ഛനാവാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്ക് എന്ന് പറഞ്ഞതിന് ശേഷം അവൾ അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം ഇയാനാണെങ്കിൽ ആ ലാബിൽ തന്നെയാണ്. അവൻ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ആ പെർസെപ്റ്റർ അങ്ങോട്ട് വരുന്നത്. മാത്രമല്ല, ഈ ഒരു അവസരത്തിലാണ് അവൻ ആ ഞെട്ടിക്കുന്ന കാര്യം തിരിച്ചറിയുന്നത്. ആ എസ്തർ ഉണ്ടല്ലോ, അവൾ ഈ പെർസെപ്റ്ററിന്റെ ആളാണ്. അവളാണ് അയാൾ അങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ നീയും ഇയാളുടെ ഭാഗത്തായിരുന്നല്ലേ? അതെ ഞാൻ ഇയാളുടെ ഭാഗത്ത് തന്നെയാണ്. പക്ഷെ നീ വിചാരിക്കുന്ന പോലെ ഇയാൾ ഒരു വില്ലനല്ല. നിനക്ക് ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കിട്ടാനുണ്ടെന്നല്ല പറഞ്ഞത്. നീ ഇയാളോട് ചോദിക്കി, ഇയാൾ അത് പറഞ്ഞു തരും എന്നാണ് അവൾ പറയുന്നത്. പക്ഷെ ഈ ഒരു അവസരത്തിൽ അവൻ അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അവനൊരു തോക്കെടുത്ത് അയാളെ വെടിവെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് ഒറിജിനൽ ഇയാനല്ല എന്ന കാര്യം ആ പെർസെപ്റ്ററിന് അറിയാം. അതുകൊണ്ട് തന്നെ വളരെ കൂളായിട്ട് അയാൾ അവന്റെ മുന്നിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ഒറിജിനൽ രൂപം എവിടെയാണ് നിൽക്കുന്നത് എന്നാണ് അയാൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ചു സമയത്തെ സെർച്ചിന് ശേഷം അയാൾ അവനെ കണ്ടെത്തുകയും ചെയ്യുന്നു. പക്ഷെ അവൻ എപ്പോഴും അയാളുടെ മുന്നിൽ നിൽക്കുന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോവാണ് ചെയ്യുന്നത്. അതിനുശേഷം അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവന്റെ പല രൂപങ്ങൾ അയാളുടെ മുന്നിലേക്ക് തോക്കും ചൂണ്ടി വരുന്നുണ്ട്. പക്ഷെ ഈ കൂട്ടത്തിലുള്ള ആരും തന്നെ ഒറിജിനൽ ഇയാനല്ല എന്ന കാര്യം അയാൾക്ക് അറിയാം. പക്ഷെ അവൻ എവിടെയാണുള്ളത് എന്ന് അയാൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. ഈ സമയത്താണ് എസ്തർ അവനെ കാണിച്ചു കൊടുക്കുന്നത്. അവൻ കുറച്ച് അപ്പുറത്തായിട്ട് മറഞ്ഞു നിൽക്കുകയാണ്. അത് കണ്ട ഉടനെ തന്നെ അയാൾ വേഗം തന്നെ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അതിനുശേഷം അവനോട് സംസാരിക്കാൻ തുടങ്ങി. നീ എന്ത് കാണിച്ചാലും നിന്നെ ഞാൻ കണ്ടുപിടിക്കുകയാണ്. നീ ഇത്രയും കാലമായിട്ട് തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സത്യം ഞാൻ ഇപ്പൊ നിന്നോട് പറയാം. അതായത് ഞാനാണ് നിന്റെ അച്ഛൻ എന്നാണ് അയാൾ പറയുന്നത്. അതൊക്കെ കേട്ട് ഒരു ഞെട്ടലോട് അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ. അങ്ങനെ അയാൾ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന കാര്യങ്ങളൊക്കെ അവനോട് പറയാൻ തുടങ്ങി. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഈ കൊമിൻസ്കി ഒരു ഫോർമുല ഉണ്ടാക്കിയെടുത്തു. അത് ഞങ്ങളിൽ കുറെ ആളുകളുടെ ദേഹത്ത് കുത്തിവെക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ സൂപ്പർ പവറുകളൊക്കെ കിട്ടിയത്. പക്ഷെ അവരുടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ പെർസെപ്റ്റേഴ്സ് ഒക്കെ ഒരു ഗ്രൂപ്പായിട്ട് ഗവൺമെന്റിന്റെ നേരെ തന്നെ തിരിയോ എന്നൊരു പേടി അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു ഫോർമുല കൂടെ കണ്ടെത്തി ഈ പെർസെപ്റ്ററായിട്ട് മാറിയ ആളുകളെല്ലാം അവർ ഇല്ലാതാക്കാൻ തുടങ്ങി. ഒരുപാട് ആളുകൾ അവർ കൊന്നുകളഞ്ഞിരുന്നു. ആ സംഭവം നടക്കുന്നതിനിടയിലാണ് ആ മ്യൂൾ അങ്ങോട്ട് വന്നത്. ഞങ്ങൾ പെർസെപ്റ്റേഴ്സിന്റെ ഗ്രൂപ്പിൽ ഏറ്റവും ശക്തിയുള്ള ആളായിരുന്നു അയാൾ. അയാളെയും കൊല്ലാൻ ശ്രമം നടന്നതാണ്. പക്ഷെ ആ സമയമാകുമ്പോഴേക്കും ഈ പെർസെപ്റ്റേഴ്സിനുള്ള മൂന്നാമത്തെ ഒരു കഴിവ് അയാൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരെയും അയാൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതിപ്പോൾ ഒരാൾ എവിടെ നിൽക്കുകയാണെങ്കിലും തന്റെ വീട്ടിലിരുന്നുകൊണ്ട് മ്യൂളിനെ അയാൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ അയാൾക്കെതിരെ വരുന്ന എല്ലാവരെയും മ്യൂൾ അങ്ങനെ കൺട്രോൾ ചെയ്ത് കൊന്നുകളഞ്ഞു. അങ്ങനെ ബാക്കിയായ പെർസെപ്റ്റേഴ്സിനെ എല്ലാം കൂട്ടി മ്യൂളാണ് ആ അവയർനെസ് എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. അതിൽപ്പെടുന്നതാണ് ഞങ്ങൾ എല്ലാവരും തന്നെ. പിന്നെ നിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിന്നെ ഒരിക്കലും ഒരു ലാബിൽ ക്രിയേറ്റ് ചെയ്തതല്ല. എനിക്കും നിന്റെ അമ്മയ്ക്കും നീ നാച്ചുറലായിട്ട് ഉണ്ടായതാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയമാകുമ്പോഴേക്കും ആ അഡ്രിയാനയുടെ ആളുകളെല്ലാം അങ്ങോട്ട് വരുന്നുണ്ട്. അത് കാണുന്ന ആ പെർസെപ്റ്റർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവനെയും പിടിച്ച് അവിടെ നിന്ന് പോകാൻ തുടങ്ങാണ്. അത് കാണുമ്പോൾ നിങ്ങൾ എന്നെ എങ്ങോട്ടാണ് ഈ വലിച്ചുകൊണ്ട് പോകുന്നത്? എന്റെ അമ്മ എവിടെയുണ്ട്? അതാദ്യം പറ. അതൊക്കെ ഞാൻ നിന്നോട് പറയാം. അതിനു മുമ്പ് ആദ്യം നീ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. സ്പെയിനിൽ എനിക്കൊരു വീടുണ്ട്. ഇവളുടെ കൂടെ നീ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് നിന്റെ അമ്മയെ അവിടെ കാണാൻ സാധിക്കും എന്നാണ് അയാൾ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവർ 3 പേരും 2 വഴിക്ക് ഓടാൻ തുടങ്ങി. പെർസെപ്റ്റർ ആണെങ്കിൽ അങ്ങോട്ട് കയറി വരുന്ന എല്ലാവരുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ കയ്യിൽ 2 തോക്കുണ്ട്. അത് വെച്ചിട്ട് അയാൾ എല്ലാവരെയും ഷൂട്ട് ചെയ്ത് വീഴ്ത്താൻ തുടങ്ങി. പക്ഷെ അയാൾക്ക് അധിക സമയം പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്നാണ് ഒരാളൊരു മാസ്കുമായിട്ട് വന്നിട്ട് അയാളുടെ മുഖം ലോക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് പിന്നീടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതേ സമയം മറ്റേ ഭാഗത്താണെങ്കിൽ എസ്തറാണ് ബാക്കിയുള്ളവരോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവളും അവൾക്കെതിരെ വരുന്ന എല്ലാ ആളുകളെയും ഇടിച്ചിടുന്നുണ്ട്. അങ്ങനെ കുറച്ചു സമയത്തെ ഫൈറ്റിനൊക്കെ ശേഷം വളരെ കഷ്ടപ്പെട്ട് അവർ 2 പേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ അഡ്രിയാനയുടെ ടീം അയാളെയും കൊണ്ട് നേരെ ആ ഏജൻസിയിലേക്കാണ് ചെല്ലുന്നത്. അയാളെ അവിടെ ഒരു റൂമിന്റെ അകത്ത് ഇരുത്തിയിരിക്കുകയാണ്. ആളുകൾക്കൊന്നും നേരെ അയാളുടെ ഫ്രണ്ടിലേക്ക് പോകാൻ ധൈര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു റോബോട്ടിന്റെ സഹായത്തോടെയാണ് അവർ അയാളിലുള്ള പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്നത്. ആ റോബോട്ടിന് വെച്ചിട്ട് അവർ അയാളുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഒക്കെ കുത്തിയെടുക്കുന്നുണ്ട്. അതിനുശേഷം അഡ്രിയാന സംസാരിക്കാൻ തുടങ്ങി. ഈ ബ്ലഡ് വെച്ചിട്ട് ഉടനെ തന്നെ ഞങ്ങൾ ആ ഫോർമുല ഉണ്ടാക്കിയെടുക്കും. അത് നിന്നിൽ കുത്തിവെച്ച് കഴിഞ്ഞാൽ പിന്നീട് നിന്റെ പവറുകളൊന്നും വർക്ക് ചെയ്യത്തില്ല. പിന്നെ നീ എന്താണ് ഞങ്ങളെ ചെയ്യുന്നത് എന്ന് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അവൾ ആ ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ ഓർഡർ കൊടുക്കുകയാണ്. അങ്ങനെ ആ ടെസ്റ്റ് ആരംഭിക്കുമ്പോൾ അയാളുടെ ശരീരത്തിലേക്ക് എന്തൊക്കെയോ കയറി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആക്കി ശരിക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. വേദന കൊണ്ട് ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാൾ. ഈ സമയത്താണ് ആ ഇംഗ്ലീഷുകാരൻ അങ്ങോട്ട് വരുന്നത്. അയാൾ അവിടെ കിടന്ന് വേദന കൊണ്ട് പൊളയുന്നു കാണുമ്പോൾ ആ ഇംഗ്ലീഷുകാരൻ അഡ്രിയാനോട് സംസാരിക്കാൻ തുടങ്ങി. നീ എന്തിനാണ് അയാൾ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? അയാൾ മരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് നഷ്ടം. അതുകൊണ്ട് നീ അതൊക്കെ നിർത്ത് എന്നാണ് അയാൾ പറയുന്നത്. അയാൾ അത് പറയുന്നതുകൊണ്ട് തന്നെ അവൾ ആ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് നിർത്താൻ ഓർഡർ കൊടുക്കുന്നു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അയാളുടെ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്ത് ഒരു സ്റ്റാഫ് അങ്ങോട്ട് വന്ന് അവളോട് സംസാരിക്കാൻ തുടങ്ങി. അയാളുടെ ശരീരത്തിലെ ബ്ലഡ് എല്ലാം ഡയലൂട്ട് ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ബ്ലഡ് വെച്ചിട്ട് നമുക്ക് ആ ഫോർമുല ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല എന്നാണ്
എന്നാണ് ആ സ്റ്റാഫ് പറയുന്നത്. അത് കേട്ട് ആകെ നിരാശയിൽ നിൽക്കാണ് അഡ്രിയാന. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ആ പെർസെപ്റ്റർ ഇപ്പോൾ അയാൾക്ക് വെള്ളം വേണമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആർക്കും നേരിട്ട് അയാളുടെ മുന്നിലേക്ക് പോകാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ആ റോബോട്ട് വഴിയാണ് അയാൾക്ക് വെള്ളം കൊടുക്കുന്നത്. അതിനുവേണ്ടി അയാളുടെ മാസ്കിന്റെ ഒരു ഭാഗം ഒരു ഡ്രില്ലർ വെച്ച് തുളച്ചു കളയുന്നുണ്ട്. അതിലെ സ്ട്രോ ഇട്ടിട്ടാണ് അയാൾക്ക് വെള്ളം കൊടുക്കുന്നത്. അങ്ങനെ ആ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ ആ ഓട്ടയ്ക്കുള്ളിലൂടെ അയാൾ ബാക്കിയുള്ളവരെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അയാൾ ഇവിടെ അയാളുടെ മൂന്നാമത്തെ പവറാണ് ഉപയോഗിക്കുന്നത്. അയാൾക്ക് വെള്ളം കൊടുക്കാവുന്ന ആ റോബോട്ട് ഉണ്ടല്ലോ, അതിൽ മെഷീൻ ഗണ്ണും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റോബോട്ട് കൺട്രോൾ ചെയ്യുന്ന ആളുടെ മനസ്സ് വെച്ചിട്ട് ആ പെർസെപ്റ്റർ ആ മെഷീൻ ഗൺ ഫയർ ചെയ്യാൻ തുടങ്ങി. കുറെ നേരം അത് അവിടെ ഫയർ ചെയ്യുന്നുണ്ട്. അതിൽ പെട്ടിട്ട് അവിടെ നിൽക്കുന്ന ആളുകൾ മൊത്തം മരിച്ചു വീണോണ്ടിരിക്കുകയാണ്. മാത്രമല്ല അയാളെ പൂട്ടിയിട്ടിരിക്കുന്ന ആ റൂമിന്റെ ഗ്ലാസും തകർത്ത് കളയുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും പണി തീർത്തതിന് ശേഷം ആ പെർസെപ്റ്റർ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങാണ്. ഇതേ സമയം തന്നെ ഇയാനാണെങ്കിൽ എസ്തറിനെയും കൂട്ടിയിട്ട് അയാൾ പറഞ്ഞ പോലെ അയാളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അതിനകത്തേക്ക് കയറുമ്പോൾ അവന്റെ അമ്മ അവിടെ ഇരിക്കുന്നത് അവനെ കാണാൻ സാധിക്കുന്നുണ്ട്. അവന്റെ അമ്മയുടെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ്. ഒരുപാട് സർജറി ചെയ്തിട്ട് ഒരു ജീവച്ഛവമായിട്ടാണ് അവരവിടെ ഇരിക്കുന്നത്. അത് കാണുമ്പോൾ അവന് ശരിക്കും സങ്കടമാണ് വരുന്നത്. അവൻ വേഗം തന്നെ അവന്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അതിനുശേഷം അവൻ ആദ്യം ചെയ്യുന്നത് അവരുടെ മെമ്മറിക്കകത്തേക്ക് കയറുക എന്നുള്ളതാണ്. അവൻ ആ മനസ്സിലേക്ക് കയറി കഴിയുമ്പോൾ അവൻ എത്തി നിൽക്കുന്നത് ആ റൂമിൽ തന്നെയാണ്. അവനിപ്പോ അവന്റെ അമ്മയുടെ ഒരു മെമ്മറിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ റൂമിനകത്ത് അവന്റെ കുട്ടി രൂപം ഇരിക്കുന്നുണ്ട്. അവന്റെ മുന്നിലായി ഒരു കളിപ്പാട്ടം വെച്ചിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ എല്ലാവർക്കും വേണ്ട ഫോർമുല. ഈ സമയം അവന്റെ അച്ഛൻ അവിടെ നിന്ന് അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. കൊമിൻസ്കി ആ ഫോർമുല ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അത് വെച്ച് പെർസെപ്റ്റേഴ്സിന് ഉണ്ടാക്കാൻ സാധിക്കും, അതുപോലെ തന്നെ അവരെ നശിപ്പിക്കാനും സാധിക്കും എന്ന കാര്യം നിന്റെ അമ്മയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ നിന്റെ അമ്മയാണ് കൊമിൻസ്കിയുടെ ആ ഫോർമുലയൊക്കെ നശിപ്പിച്ചു കളഞ്ഞത്. പക്ഷെ അതിന്റെ ഒറിജിനൽ അവർ നിന്റെ ഒരു മെമ്മറിക്കകത്താണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതാണ് നീ ഇപ്പോൾ നിന്റെ ആ കുട്ടി രൂപത്തിന് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കളിപ്പാട്ടങ്ങൾ. അത് നീ എനിക്ക് എടുത്തു തരണം. നമുക്ക് ആ ഫോർമുല വെച്ചിട്ട് ഒരുപാട് പെർസെപ്റ്റേഴ്സിന് ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഏജൻസിയെ തകർക്കാൻ സാധിക്കും എന്നൊക്കെയാണ് അയാൾ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ അയാൾ അവന്റെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ അമ്മയുടെ മൈൻഡ് ആയതുകൊണ്ട് തന്നെ അവരവിടെ ഒരു ആവരണം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ബ്രേക്ക് ചെയ്യാൻ അയാളെ കൊണ്ട് സാധിക്കുന്നില്ല. ഈ സമയത്താണ് ഇയാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ടും ഈ ഫോർമുല ഇവിടെ നിന്ന് എടുക്കാൻ സാധിച്ചില്ല? അതിന്റെ അർത്ഥം നിങ്ങൾക്കും ഇതിന്റെ അകത്തേക്ക് പ്രവേശനമില്ല എന്നല്ലേ? അമ്മ ഇത് എനിക്ക് കാണാൻ വേണ്ടി മാത്രമുള്ള ഒരു സെറ്റപ്പിലാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നല്ലേ എന്നൊക്കെയാണ് അവനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയം അയാളാണെന്നുണ്ടെങ്കിൽ ആ ആവരണം തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഓരോ തവണ അതിലിട്ട് ഇടിക്കുമ്പോഴും അവന്റെ അമ്മയ്ക്ക് വല്ലാണ്ട് പെയിൻ ആവുന്നുണ്ട്. അങ്ങനെ അയാൾ കണ്ടിന്യൂസ് ആയിട്ട് അതിലിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇടിക്കുന്നത് നിർത്താൻ പറയുന്നുണ്ടെങ്കിലും അയാൾ അതൊന്നും കേൾക്കുന്നില്ല. പെട്ടെന്നാണ് അവൻ ആ ഓർമ്മയിൽ നിന്ന് ഞെട്ടി ഉണരുന്നത്. ആ കാഴ്ചയൊക്കെ കണ്ട് അവൻ ശരിക്കും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഫോർമുല കാരണം എത്രത്തോളം തന്റെ അമ്മ അനുഭവിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചാണ് അവനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. അവനെ ട്രാക്ക് ചെയ്ത് അഡ്രിയാനയുടെ ആളുകളെല്ലാം അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവരെല്ലാവരും കൂട്ടത്തോടെ ആ വീട്ടിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. അവർ മാത്രമല്ല ആ പെർസെപ്റ്റർ അവിടെ നിൽക്കുന്നുണ്ട്. അവരെല്ലാവരും കൂടെ അങ്ങോട്ട് കയറി വരുന്ന കാണുമ്പോൾ ഇയാന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. ഈ ഒരു അവസരത്തിൽ അവൻ അവന്റെ മൂന്നാമത്തെ പവർ ഉപയോഗിക്കുകയാണ്. അതായത് അവൻ അവന്റെ മൈൻഡ് വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അവൻ അവരെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർ പരസ്പരം ഷൂട്ട് ചെയ്ത് വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരെയും വെടിവെച്ച് വീഴ്ത്തി അവൻ നേരെ പുറത്തേക്കാണ് ഇറങ്ങി ചെല്ലുന്നത്. അവൻ നോക്കുമ്പോൾ അഡ്രിയാനയും വേറെ കുറെ ആളുകളും പുറത്ത് നിൽക്കുന്നുണ്ട്. അവനെ കാണുമ്പോൾ അഡ്രിയാന സംസാരിക്കാൻ തുടങ്ങി. അരുതിയാൻ, ഞാൻ നിന്നെ രക്ഷിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നത് നിന്റെ അച്ഛനാണ്. അതുകൊണ്ട് നീ ഞങ്ങളൊന്നും ചെയ്യരുത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ അയ്യാൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും അവനിപ്പോ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും തന്നെ അവരുടെ കയ്യിലുള്ള തോക്കെല്ലാം സ്വന്തം തലയിലേക്കാണ് ചൂണ്ടുന്നത്. മാത്രമല്ല അവരെല്ലാവരും അവിടെ മുട്ടുകുത്തിയിരിക്കുകയാണ്. ഈ സമയം അവൻ സംസാരിക്കാൻ തുടങ്ങി. ഒരക്ഷരം മിണ്ടരുത്, നിങ്ങൾ കാരണമാണ് എന്റെ അമ്മയ്ക്ക് ഈ അവസ്ഥ വന്നത്. ഇത്രയും സർജറികൾ ചെയ്തിട്ട് തന്നെ അവരിപ്പോൾ ഒരു ജീവച്ഛവമായിട്ടാണ് ഇരിക്കുന്നത്. അതിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കണം എന്ന് പറഞ്ഞ് അവൻ അഡ്രിയാനയുടെ തോക്ക് അവളുടെ വായ്ക്കകത്തേക്ക് ചൂണ്ടുകയാണ്. ഈ സമയത്താണ് വിൻസെന്റ് അങ്ങോട്ട് വരുന്നത്. അവരെ ഒന്നും ചെയ്യരുതെന്നും പറഞ്ഞുകൊണ്ടാണ് അയാൾ അങ്ങോട്ട് ഓടി വരുന്നത്. അയാൾ ഇപ്പൊ അങ്ങോട്ട് വന്നത് പണിയാണെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ ആ പെർസെപ്റ്റർ ആണെങ്കിൽ വേഗം തന്നെ ഞാനൊരു തോക്കിട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഉടനെ തന്നെ വിൻസെന്റിനെ കൊന്നുകളയാൻ പറയുന്നു. പക്ഷെ അവനാണെങ്കിൽ ഇപ്പോഴും ബാക്കിയുള്ളവരെ കൺട്രോൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആ വിൻസെന്റിനെ അവിടെ കൂടുതൽ സമയം നിന്ന് കഴിഞ്ഞാൽ തനിക്ക് പണിയാണെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ പെർസെപ്റ്റർ വിൻസെന്റിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അതിന്റെ ഫലമായിട്ട് അയാൾ വേഗം തന്നെ ആ തോക്കെടുത്ത് സ്വയം വെടിവെച്ച് വീഴാണ്. അയാൾ വെടിവെച്ചത് കാണുമ്പോൾ ഇയാനൊരു ഞെട്ടലാണ് ഉണ്ടാക്കുന്നത്. അവൻ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ആളുകളിലുള്ള കൺട്രോളൊക്കെ വിട്ട് വേഗം തന്നെ വിൻസെന്റിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. ഈ സമയം എസ്തർ ആണെങ്കിൽ എന്തോ പറയാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും ആ പെർസെപ്റ്റർ വേഗം തന്നെ അവളെയും പിടിച്ചുകൊണ്ട് പുറകിലേക്ക് പോവാണ്. ഈ സമയം വിൻസെന്റിന്റെ നിർദ്ദേശപ്രകാരം ഇയാൻ വേഗം അയാളുടെ മൈൻഡിലേക്ക് ഒന്നുകൂടെ കയറി നോക്കും.
നോക്കുകയാണ്. ആ കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ശരിക്കും പറഞ്ഞ വിൻസെന്റ് അവൻ അവിടെ നിന്ന് എടുത്തോണ്ട് പോയതല്ല. അവന്റെ അമ്മ അയാളെ നിർബന്ധിച്ചിട്ടാണ് അവന്റെ കുട്ടി രൂപത്തെ അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത്. അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ് ഇയാന് നല്ലൊരു ജീവിതം കിട്ടിയതും. ആ കാഴ്ചയൊക്കെ കണ്ടതുകൊണ്ട് തന്നെ വളരെ സങ്കടത്തോടെ അയാളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൻ. അപ്പോഴേക്കും വിൻസെന്റ് മരിച്ചു പോവുകയും ചെയ്യുന്നു. ഈ ഒരു സംഭവം കൂടെ ആവുമ്പോൾ എല്ലാത്തിനും കാരണം ആ പെർസെപ്റ്റർ ആണ് എന്ന് അവൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അയാളെ കൊല്ലാൻ വേണ്ടി വേഗം തന്നെ അവൻ ആ വീട്ടിന്റെ അകത്തേക്ക് തന്നെ ചെല്ലുന്നു. അവിടെ ഇപ്പോൾ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. അതൊക്കെ ആ പെർസെപ്റ്ററിന്റെ പണിയാണ് എന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ പവർ ഉപയോഗിക്കാൻ തുടങ്ങി. ആ പവർ വെച്ച് അവൻ അവിടെയുള്ള എല്ലാവരെയും താഴേക്ക് വീഴ്ത്തുന്നു. അവൻ നോക്കുമ്പോൾ ആ പെർസെപ്റ്റർ ആണെങ്കിൽ എസ്തറിന്റെ ദേഹത്തേക്ക് തോക്കും ചൂണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അവൻ പതുക്കെ അയാളുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയം അയാളാണെങ്കിൽ അവിടെ കിടക്കുന്ന ആളുകളൊക്കെ കൺട്രോൾ ചെയ്ത് അവന് നേരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അയക്കുന്നു. കുറെ ആളുകളൊക്കെ അവൻ ഇടിച്ചു വീഴ്ത്തുന്നുണ്ട്. പക്ഷെ എങ്കിലും വീണ്ടും വീണ്ടും ആളുകൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഒരുത്തനെ എഴുന്നേറ്റ് വന്ന് അവനെ തൂക്കിയെടുക്കുന്നത്. അയാളുടെ കയ്യിൽ നിന്നും അവൻ ഈസി ആയിട്ട് അങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് അഡ്രിയാൻ അങ്ങോട്ട് വന്ന് അയാളെ ഷൂട്ട് ചെയ്ത് വീഴ്ത്താണ്. അങ്ങനെ അവൻ വീണ്ടും ആ പെർസെപ്റ്ററിന്റെ മുമ്പിലേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും അഡ്രിയാനെ അവന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഇതിലൊരു കിടിലൻ ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഗസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് കമന്റ് ചെയ്യണേ. അപ്പൊ ഞാൻ ആ ട്വിസ്റ്റ് പറയാൻ പോവാണ്. ഇയാനും ആ പെർസെപ്റ്ററും തമ്മിലുള്ള സംസാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പെർസെപ്റ്റർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ മൈൻഡിലുള്ള ആ ഫോർമുല എനിക്ക് തന്നു കഴിഞ്ഞാൽ ഇവളെ ഞാൻ ഒന്നും ചെയ്യത്തില്ല, ഇവളെ ഞാൻ വെറുതെ വിട്ടോളാം എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവളും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ അവളെ ഉപദ്രവിക്കുന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അവന്റെ ആ സംസാരം കേൾക്കുമ്പോൾ അഡ്രിയാനയ്ക്ക് ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. നീ ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? അയാൾ പറയുന്നൊന്നും നീ വിശ്വസിക്കാൻ നിൽക്കല്ലേ. നിനക്ക് അവിടെ ഒരു പെണ്ണിനെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് അയാൾ ഉണ്ടാക്കിയ ഒരു പ്രൊജക്ഷൻ ആണ്. അത് നിന്റെ മനസ്സിലൊരു ലൂപ്പായിട്ട് കിടക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരാൾ അവിടെ ഇല്ല എന്നൊക്കെയാണ് അഡ്രിയാന വിളിച്ചു പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഒരു ഞെട്ടലാണ് ഇയാൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ എസ്തർ റിയൽ അല്ലേ? അവൻ ഇതുവരെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആലോചിക്കാൻ തുടങ്ങി. അവൻ എവിടെയൊക്കെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെയൊക്കെ എസ്തറിനെയും കൊണ്ട് പോയിട്ടുണ്ടോ അവിടെയൊക്കെ ചെയ്ത കാര്യങ്ങൾ അവൻ ഒറ്റയ്ക്കാണ്. അവൾ ചെയ്യുന്നതായിട്ട് അവന് തോന്നിയതെല്ലാം അവൻ തന്നെ ചെയ്ത കാര്യങ്ങളാണ്. അവൻ തുടക്കത്തിൽ ആ ആർക്കേഡ് മാളിലേക്ക് ചെന്നപ്പോഴാണ് അയാൾ ആദ്യമായിട്ട് എസ്തറിനെ ക്രിയേറ്റ് ചെയ്തത്. ആ കാര്യങ്ങളൊക്കെ അവനിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം താൻ ചീറ്റ് ചെയ്യപ്പെടുകയായിരുന്നു എന്ന കാര്യം അവനിപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവന് ശരിക്കും ദേഷ്യവും വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ അയാളെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുകയാണ്. അയാൾ മരിച്ചെങ്കിലും എസ്തർ ഇപ്പോഴും മാഞ്ഞു പോയിട്ടൊന്നുമില്ല. അവൾ ഇപ്പോഴും അവന്റെ മനസ്സിൽ ലൂപ്പായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അവൾ വേഗം തന്നെ അവന്റെ അടുത്തേക്ക് വന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി എല്ലാവരുടെയും ശവമടക്കൊക്കെ കഴിഞ്ഞ് അഡ്രിയാനെ ഇയാനും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അഡ്രിയാനയാണ് കാര്യങ്ങൾ പറയുന്നത്. ഇനി നിനക്ക് തീരുമാനിക്കാം ആരുടെ ഭാഗത്ത് നിൽക്കണമെന്ന് എന്നൊക്കെയാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവൻ അതിനൊരു മറുപടി പറയുന്നില്ല. മറിച്ച് അവളുടെ നമ്പർ അവൻ മേടിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവൻ അവന്റെ വണ്ടിയിലേക്ക് പോവുകയും ചെയ്യുന്നു. അവനെ കാത്ത് എസ്തർ അതിനകത്തിരിക്കുന്നുണ്ട്. അവർ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ അവന്റെ കണ്ണാടിയിൽ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അഡ്രിയാന ഇപ്പോൾ ആ ഇംഗ്ലീഷുകാരനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് അവനെ കൊല്ലാതെ വിട്ടത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഇപ്പൊ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല, അവനിപ്പോൾ ആരുടെയും കൺട്രോളിലല്ല. മാത്രമല്ല അവനിപ്പോൾ എന്നെ ശരിക്കും വിശ്വസിക്കുന്നുമുണ്ട്. അവനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അവനെ കൊന്നു കളഞ്ഞേക്കാം എന്നാണ് അവൾ മറുപടി പറയുന്നത്. പക്ഷെ ഇവിടെയും മറ്റൊരു ട്വിസ്റ്റ് ഉണ്ട്. ആ ഇംഗ്ലീഷുകാരൻ എന്ന് പറയുന്നത് അവക്ക് തോന്നുന്ന ഒരു ലൂപ്പാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരാളുമില്ല. പക്ഷെ അവളുടെ ആ സംസാരമൊക്കെ ഇയാന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ദേഷ്യത്തോടെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ.